നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടറിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ ടി സജീറാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടായാലുള്ള അടിയന്തര ചികിത്സയെക്കുറിച്ചും അതുപോലെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ ആദ്യം നൽകുന്ന പ്രൊസീജിയറെ കുറിച്ചുമാണ് നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടതായിട്ടുള്ളത്. പെട്ടെന്നുള്ള ഹൃദയാഘാതം, അതായത് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ചികിത്സയാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു ഹൃദയാഘാതം വരുമ്പോൾ ഹാർട്ടിൻ്റെ പ്രധാനപ്പെട്ട രക്തക്കുഴൽ അടഞ്ഞു പോവുകയും ഹാർട്ടിൻ്റെ മസിലിന് രക്തം കിട്ടാതെ വരികയും മസിൽ ഡാമേജ് വരികയും ചെയ്യും. അങ്ങനെ പെട്ടെന്നുള്ള ഹൃദയാഘാതം ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന നൂതന ചികിത്സ ഇന്ന് നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളും അവൈലബിൾ ആയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആ രക്തക്കുഴൽ നമ്മളൊരു വയറും ബലൂണും കടത്തിവിട്ട് തുറക്കുകയും പിന്നീട് ആ ബ്ലോക്ക് വന്ന ഭാഗം ഒരു സ്റ്റെൻറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് നീക്കം ചെയ്യുകയും രോഗിയെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അറ്റാക്ക് വന്ന രോഗിക്ക് എത്രയും നേരത്തെ ഡോക്ടർ തുടർന്നോളൂ. ഇപ്പോൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയെ കൂടാതെ ഹൃദയാഘാതം വന്ന രോഗിക്ക് നമ്മൾ ലൈറ്റിക് ചികിത്സ, അതായത് മരുന്ന് കൊണ്ടും ചികിത്സ നൽകാറുണ്ട്. പക്ഷേ നമുക്ക് മരുന്ന് കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ആ രക്തക്കുഴൽ പെട്ടെന്ന് തന്നെ ഏകദേശം 90-100% രക്തക്കുഴൽ പെട്ടെന്ന് തന്നെ തുറക്കുവാൻ കഴിയുകയും മസിൽ ഡാമേജ് പരമാവധി കുറക്കുവാൻ സഹായിക്കുകയും ചെയ്യും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് വഴി. അതുപോലെ തന്നെ വീണ്ടും അറ്റാക്ക് വരാനും മറ്റ് കോംപ്ലിക്കേഷൻസും ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസും. ഡോക്ടർ, അതുപോലെ തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? ഇപ്പം ജീവൻ രക്ഷിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം പ്രധാനമാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്? അതുപോലെ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ളത്? പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് ഒരു എമർജൻസി പ്രൊസീജിയർ ആയിട്ടാണ്. ഒരു ഹൃദയാഘാതം വന്ന രോഗി ഏറ്റവും ആദ്യം ഹോസ്പിറ്റലിലെത്തി ഹൃദയാഘാതമാണ് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ നമ്മൾ കാത്ത് ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഉടനെ തന്നെ ആ രക്തക്കുഴൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ട് അത് തുറക്കുകയും രോഗിയെ ജീവൻ രക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനമായ ഒരു പ്രൊസീജിയറാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. ഇന്ന് കാർഡിയോളജി ചികിത്സയുള്ള മിക്ക ഹോസ്പിറ്റലിലും കാത്ത് ലാബുള്ള സൗകര്യമുള്ള മിക്ക ഹോസ്പിറ്റലിലും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി സൗകര്യം ലഭ്യമാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നമുക്ക് എത്ര സമയത്തിനുള്ളിലാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 12 മണിക്കൂർ വരെ നമുക്ക് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. ഇതിൽ തന്നെ ഏറ്റവും നേരത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് മൂലം അറ്റാക്ക് സംഭവിച്ച ഹൃദയഭിത്തികൾക്ക്, ഹൃദയ മസിലിന് ഡാമേജ് വരാനുള്ള ഏറ്റവും നേരത്തെ ചെയ്യുകയാണെങ്കിൽ ആ ഡാമേജ് ഏറ്റവും മിനിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ, കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 90 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ പേഷ്യൻറ്റിനെ കാത്ത് ലാബിലേക്ക് എത്തിക്കുകയും ആ വെസൽ തുറക്കുകയും എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഡോർ ടു ബലൂൺ ടൈം 90 മിനിറ്റ്സ് ആണ് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത്. ചില കേസിൽ അതിലും കൂടുതൽ സമയം എടുക്കാറുണ്ട്. പൊതുവേ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ആദ്യത്തെ 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് വീണ്ടും വേദന വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കണ്ടീഷനിൽ 12 മണിക്കൂറിന് ശേഷം 24 മണിക്കൂർ വരെയൊക്കെ നമുക്ക് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. ഏത് കേസിലായാലും പേഷ്യൻ്റ് കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 90 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ബ്ലോക്ക് വന്ന രക്തക്കുഴൽ തുറന്നു കൊടുക്കണം. അതാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിൻ്റെ ഒരു സമയക്രമം എന്ന് പറയുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. അതുപോലെ തന്നെ ഡോക്ടർ, ഇതിൻ്റെ മറ്റ് പ്രൊസീജിയറുകളുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രധാനമായും നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്, ഇപ്പം അക്യൂട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ത്രോംബോളൈസിസ് എന്ന ചികിത്സയാണ്. അതായത് ക്ലോട്ട് അലിയിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടുള്ള ചികിത്സയാണ്. ഈ ക്ലോട്ട് അലിയിക്കുന്ന ചികിത്സയ്ക്ക് ഒരു ബ്ലീഡിംഗ് റിസ്ക് ഒരു പ്രധാന കാരണമാണ്. എന്നാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയിൽ മറ്റതിനെ അപേക്ഷിച്ച് ബ്ലീഡിംഗ് റിസ്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് വെസൽ ഓപ്പൺ ചെയ്യുന്ന പേറ്റൻസി, അതായത് വെസൽ തുറന്നു കൊടുക്കുന്ന തുറക്കാനുള്ള
തുറക്കാനുള്ളത് തുറന്ന് 100% പേറ്റൻസി, അത് 95 to 100% പേറ്റൻസി ആ വെസൽ ഓപ്പൺ ചെയ്യും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയിൽ. ത്രോംബോലൈറ്റിക് ചികിത്സയിൽ ഈ പേറ്റൻസി ഒരു 50% മാത്രമായിരിക്കും. അതിനാൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ വെസൽ തുറക്കുക, അതായത് പൂർണ്ണമായും തുറക്കുക എന്നുള്ളത് കൂടുതലും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക വഴിയാണ് നമുക്ക് നേടാൻ സാധിക്കുക. ത്രോംബോലൈറ്റിക് തെറാപ്പിയിൽ ആ സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ചില കേസിൽ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഡിലേ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എത്തിപ്പെടുന്ന ഹോസ്പിറ്റലിൽ കാത്തലാബ് ഇല്ല, അതേസമയം വേറൊരു കാത്തലാബുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. അങ്ങനത്തെ കേസിൽ നമുക്ക് ഇനീഷ്യൽ ടൈമിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് പകരം ത്രോംബോലൈറ്റിക് ചികിത്സ നൽകിക്കൊണ്ട് കാത്തലാബുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുകയും അവിടുന്ന് പിന്നീട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഓപ്ഷൻ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനാവാത്ത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സാധാരണയായി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഏത് രോഗിക്കും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പ്രധാനമായും പേഷ്യൻ്റ് ഒരു സിവിയർ ബ്ലീഡിങ് ടെൻഡൻസീസ് ഉള്ള പേഷ്യൻറ്റിന് ചിലപ്പോൾ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഈ കോൺട്രാസ്റ്റ് അലർജി അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിനും ചില കേസിൽ നമുക്ക് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ പിന്നെ നമ്മൾ ചെയ്യുന്നത് കൈയിലൂടെ രക്തക്കൊഴലിലൂടെയോ അല്ലെങ്കിൽ കാലിലെ രക്തക്കൊഴലിലൂടെയാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അപ്പം ഈ രക്തക്കൊഴൽ എന്തെങ്കിലും ബ്ലോക്കുകൾ, സീരിയസ് ബ്ലോക്കുകളോ അങ്ങനെ എന്തെങ്കിലും രോഗികൾക്ക് ചില സമയത്ത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയുകയില്ല. അതല്ലാതെ മിക്കവാറും എല്ലാ പേഷ്യൻസിനും നമുക്ക് ഈ എമർജൻസി ഘട്ടത്തിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ പ്രൊസീജിയർ സമയത്ത് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തെല്ലാമാണ്? സാധാരണയായി ഒരു അക്യൂട്ട് അറ്റാക്ക് വന്നിട്ട്, ഒരു അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്ന് ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാത്തലാബിലേക്ക് പേഷ്യൻറ്റിനെ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ലോഡിംഗ് ഡോസ് എന്ന് പറയും. അതായത് പ്രധാനമായിട്ടും 3 ഡ്രഗ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ രക്തം അലിയിക്കാനുള്ള ഒരു ഗുളിക, അത് ലോഡിംഗ് ഡോസ് കൊടുക്കും. അതുപോലെ തന്നെ ടിക്കാഗ്ലോർ എന്ന് പറയുന്ന ഒരു മരുന്ന്, പിന്നെ കൊളസ്ട്രോളിൻ്റെ അറ്റോർവാസ്റ്റാറ്റിൻ എന്നൊരു മരുന്ന്. ഇങ്ങനെ ഈ 3 മരുന്നുകൾ ഒരു ലോഡിംഗ് ഡോസ് കൊടുത്തതിന് ശേഷമാണ് പേഷ്യൻറ്റിനെ നമ്മൾ നേരെ കാത്തലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ, ഒരു രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷനും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് വന്ന രക്തക്കൊഴൽ തുറക്കുവാൻ ശ്രമിക്കുന്നതും. പിന്നീട് ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികകൾ പേഷ്യൻറ്റിന് സ്ഥിരമായിട്ട് ആദ്യത്തെ 1 വർഷം കഴിക്കേണ്ടതുണ്ട്. ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കാല് വഴി ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഈ കാലിലെയും കൈയിലെയും രക്തക്കുഴലുകൾ വഴിയുള്ള പ്രൊസീജിയറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കാലിലൂടെ ആൻജിയോപ്ലാസ്റ്റി റൈറ്റ് ഫിമറൽ ആർട്ടറി വഴിയാണ് കാലിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റ് റേഡിയൽ ആർട്ടറി വഴിയാണ് കൈയിലൂടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഇത് രണ്ടിലും ഉള്ള പ്രധാന വ്യത്യാസം, ഇപ്പോൾ കൈയിലൂടെ ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റിന് നമ്മൾ ബ്ലീഡിങ് റിസ്ക് വളരെ കുറവാണ്. പേഷ്യൻറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും. പേഷ്യൻ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. അതേസമയം കാലിലെ രക്തക്കൊഴൽ എന്ന് പറഞ്ഞാൽ കയ്യിലെ രക്തക്കൊഴലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിയ രക്തക്കൊഴലാണ്. അതുപോലെ തന്നെ കാലിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലീഡിങ് റിസ്ക്, ഹെമറ്റോമ, രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത അങ്ങനത്തതൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ പ്രധാനമായും കാലിലൂടെ ചെയ്യുന്ന രോഗിക്ക് എന്തായാലും ഒരു 24 to 48 hours കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണ്ടി വരും. നമ്മൾ കാലിലെ കത്തീറ്ററും എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിന് 24 to 48 hours റെസ്റ്റ് വേണ്ടി വരും. അപ്പോൾ ഒരു ഏർലി ആംബുലേഷൻ നമുക്ക് കാലിലൂടെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം കൈയിലൂടെ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ നമുക്ക് ആംബുലേറ്റ് ചെയ്യാൻ കഴിയും. പേഷ്യൻറ്റിന് പ്രാഥമിക ആവശ്യത്തിനൊക്കെ പെട്ടെന്ന് പോകുവാനും ഒക്കെ കൈയിലൂടെ ചെയ്യുമ്പോൾ വളരെ സഹായകമാണ്. എന്നിരുന്നാലും ചില കേസിൽ നമുക്ക് കാലിലൂടെ രക്തക്കൊഴലുകളുടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. പേഷ്യൻ്റ് BP ഒക്കെ കുറവാണ്, വളരെ ഷോക്കിലാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലോക്കുകൾ, അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് സെലക്റ്റഡ് കേസുകളിൽ കാലിലൂടെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. പൊതുവേ നമ്മൾ എല്ലാ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റികളും പേഷ്യൻ്റ് വലിയ അൺസ്റ്റേബിൾ അല്ലാത്ത മിക്ക പേഷ്യൻറ്റിലും നമ്മൾ കൈയിലൂടെ റേഡിയൽ ആൻജിയോപ്ലാസ്റ്റിയാണ് മിക്ക ഹോസ്പിറ്റലുകളിലും ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ തുടർ ചികിത്സ എങ്ങനെയാണ്? അതായത് നമ്മൾ എത്ര കാലം ഈ ചികിത്സയിൽ തന്നെ തുടരേണ്ടതായിട്ടുണ്ട്? പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ പ്രധാനമായും 3 ഗുളികളാണ്
മിക്കവാറും എല്ലാ പേഷ്യൻസിനും നമ്മൾ നൽകുക. ഒന്ന്, നമ്മൾ ലോഡിംഗ് ഡോസ് കൊടുത്ത ആസ്പിരിൻ, അത് നമ്മൾ 75 മില്ലിഗ്രാം സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യും 1 വർഷത്തേക്ക്. അതുപോലെ തന്നെ നമ്മൾ ടിക്കാഗ്ലോർ എന്ന മരുന്നാണ് ലോഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരുന്നും 1 വർഷം കണ്ടിന്യൂ ചെയ്യും. ഇതിന് DAPT എന്ന് പറയും, ഡ്യുവൽ ആൻറ്റിപ്ലേറ്റഡ് തെറാപ്പി. ഈ 2 ഗുളികളും വേറെ ബ്ലീഡിംഗ് റിസ്ക് ഒന്നും ഇല്ലെങ്കിൽ ആദ്യത്തെ 1 വർഷം തുടർച്ചയായി കഴിക്കണം. ഇതിൻ്റെ കൂടെ കൊളസ്ട്രോളിനുള്ള മരുന്ന്, അതായത് അറ്റോർവാസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസ്വാസ്റ്റാറ്റിൻ ഏതെങ്കിലും ഒരു ഗുളിക ഹൈ ഡോസിൽ നമ്മൾ ആദ്യത്തെ 1 വർഷം നിർബന്ധമായും എല്ലാ രോഗികളും എടുത്തിരിക്കും. എന്തെങ്കിലും ഹൈ ബ്ലീഡിംഗ് റിസ്കോ അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള പേഷ്യൻസിൽ നമ്മൾ ഒരു 6 മന്ത്സിന് കഴിഞ്ഞാൽ ഈ ടിക്കാഗ്ലോർ ക്ലോപ്രോൾ എന്ന മരുന്നിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യും. ഇതിൻ്റെ കൂടെ പേഷ്യൻ്റ് ഡയബറ്റീസിനുള്ള മരുന്നുകൾ, ഇൻസുലിൻ എടുക്കുന്നതെങ്കിൽ അത്, ഹൈപ്പർ ടെൻഷൻ അതിനുള്ള മരുന്നുകൾ എല്ലാം തുടരണം. അതുപോലെ തന്നെ അറ്റാക്ക് വന്ന സമയത്ത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറവാണെങ്കിൽ ഈ പമ്പിങ് ശരിയാക്കാനുള്ള മറ്റു ഗുളികകളും പേഷ്യൻ്റ് ഇതിൻ്റെ കൂടെ സ്ഥിരമായിട്ട് കഴിച്ചിരിക്കണം. അപ്പം 1 വർഷം ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള 2 ഗുളികളും നിർബന്ധമായും കഴിച്ചിരിക്കണം. അതിൽ യാതൊരു വീഴ്ചയും വരുത്തരുത്. മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും ബ്ലീഡിംഗ് റിസ്കുകളോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിംഗ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുകയും ഗുളികയിലെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഗുളിക സ്വിച്ച് ഓവർ ടു ഗുളിക ടിക്കാഗ്ലോർ ആണെങ്കിൽ ക്രോപ്ലോർക്ക് സ്വിച്ച് ഓവർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഹലോ, ചോദിക്കൂ, കേൾക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നാണ് സാറേ. ചോദിച്ചോളൂ സാറേ, എനിക്ക് ഇങ്ങനെ ഈ 2019 ഇങ്ങനെ ഈ നെഞ്ചുവേദന വന്നിട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റ് ആയിരുന്നു. അപ്പോ പിന്നെ അവിടുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ECG വേരിയേഷൻ വന്നിട്ടായിരുന്നു ഞാൻ വന്നത്. അവിടെ അന്ന് പിന്നെ അവിടുന്ന് അതിനുശേഷം പിന്നെ അവിടുത്തെ ഡോക്ടർ തന്നെ എനിക്ക് ഈ നമ്മളെ TMT എക്കോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എക്കോ ഇതൊക്കെ ചെയ്തൊക്കെ നോർമലായിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ എന്താ പറയുക നെഞ്ചിന്റെ ഒരു ഭാഗത്തുള്ള വേദന പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പല ഡോക്ടറെ ഞാൻ കാണിച്ചപ്പോൾ പലരും പറയുന്നത് ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലത്. പക്ഷെ ആ പെയിന് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഞാൻ ഇന്നും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് സാറേ. എന്തുകൊണ്ടാണ് സാറേ ഇങ്ങനെ അത് വരുന്നത്? സാധാരണയായി ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ ബ്ലോക്ക് കാരണമുള്ള നെഞ്ചുവേദനയാണെങ്കിൽ നമുക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴോ സ്പീഡിൽ നടക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഞ്ചിന് ഒരു ഭാരം കയറ്റി വെച്ച പോലത്തെ ഒരു അസ്വസ്ഥതയാണ്, ഒരു ഹെവിനെസ്, അങ്ങനത്തെ ഒരു പെയിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് വീണ്ടും അത് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള പെയിനിലാണ് നമ്മൾ വീണ്ടും TMT ചെയ്യുക അല്ലെങ്കിൽ ECG എക്കോ അങ്ങനത്തെ പരിശോധനകൾ തുടർ പരിശോധനകൾ നടത്തുകയും ഇതുപോലത്തെ പെയിനാണ്, അതുപോലെ TMTയിൽ എന്തെങ്കിലും വ്യത്യാസം കാണുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു എലക്റ്റീവ് കൊറോണറി ആൻജിയോഗ്രാം, അതായത് ബ്ലോക്ക് ഉണ്ടോ നോക്കാൻ ആൻജിയോഗ്രാം ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു 70% താഴെ ബ്ലോക്കുകളാണുള്ളതെങ്കിൽ മരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഈ ബ്ലോക്ക് സുഖപ്പെടും. ഏതെങ്കിലും മെയിൻ രക്തക്കുഴലുകളിൽ 70% കൂടുതൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ പറയുന്നതനുസരിച്ച് മുമ്പ് TMT മറ്റു കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ അന്ന് കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. വീണ്ടും ഞാൻ ഈ പറഞ്ഞ പോലത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീണ്ടും കാണിക്കണം. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഈ TMT എക്കോ ചെയ്തു, അതിലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇതെന്താണ്, എനിക്ക് പെട്ടെന്നൊരു വേദന വരിക. പക്ഷെ ഒരു സെക്കൻഡ് പോലും നിൽക്കൂല അത്. പക്ഷെ ഭയങ്കര അസ്വസ്ഥത എനിക്ക് അന്നേരം ഉണ്ടാകുന്നത്. പിന്നെ മനുഷ്യനുള്ളൊരു പേടി സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ സാറേ. ഓക്കെ. അപ്പം തീർച്ചയായും ഇപ്പോൾ ഷുഗർ ഉണ്ട്, ഇങ്ങനത്തെ ഈ വേദന കുറയുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുക. ചിലപ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്യുന്നത് വഴി നമുക്ക് ബ്ലോക്ക് കൃത്യമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്തിട്ട് അതിൽ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ ഗുളികളും കാര്യങ്ങളും കഴിക്കേണ്ടതില്ല. വളരെ നന്ദി സാറേ. ചില കേസിൽ നമ്മൾ TMT നെഗറ്റീവ് ആയാലും പേഷ്യന്റ് വീണ്ടും വേദന പറയുന്ന കേസിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് കൊടുക്കാറുണ്ട്. വളരെ നന്ദി സാറേ. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി ഒരു അക്യൂട്ട് അറ്റാക്ക് വന്ന് ഏത് സമയത്തും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു രോഗിയിലാണ് നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായി അക്യൂട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി വരുന്ന കോംപ്ലിക്കേഷൻ അരിത്മിയാസ് ആണ്. മിടിപ്പിലുള്ള വ്യതിയാനം, പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ്, അതൊക്കെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്തും നമുക്ക് മിടിപ്പിലുള്ള വ്യതിയാനങ്ങളും കാർഡിയക് അറസ്റ്റൊക്കെ സംഭവിക്കാം. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ തക്കതായ മരുന്നുകൾ കൊടുക്കുകയും ഷോക്ക് കൊടുക്കുകയും എല്ലാം ചെയ്ത് മിടിപ്പ് ക്രമപ്പെടുത്തും. പിന്നീട് നമുക്കുണ്ടാവുന്നത് ഈ ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് ആണ്. നമുക്കറിയാം, ഒന്ന് കൈയിലൂടെ ഞരമ്പിലൂടെ അല്ലെങ്കിൽ കാലിലൂടെ ഞരമ്പിലൂടെയാണ്, രക്തക്കൊയിലൂടെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. പ്രധാനമായും ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ചില കേസിൽ ഇപ്പം രക്തക്കൊയിൽ നല്ല കട്ടിയുള്ള ബ്ലോക്കുകളാണ്, രക്തം ലാർജ് ത്രോംബസ് ബേർഡൺ, അതായത് നല്ല രക്തക്കട്ടകളുള്ള കേസിൽ ചില കേസിൽ സ്റ്റെൻറ്റ് ത്രോംബോസ് ചിലപ്പോൾ വരാം, ചെയ്ത ഉടനെ തന്നെ ചിലപ്പോൾ വരാറുണ്ട്. അല്ലെങ്കിൽ നോ റീഫ്ലോ, അതായത് രക്തോട്ടം പൂർണ്ണമായി ശരിയാവാതെ വരിക, അങ്ങനെ വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജ് കേസുകൾ അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ ആ സമയത്ത് തന്നെ നമുക്ക് അത് ടാക്കിൾ ചെയ്യാനും പറ്റും. അല്ലാതെ ഒരു മേജർ കോംപ്ലിക്കേഷൻസ് എന്ന് സാധാരണഗതി നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയിൽ നമുക്ക് സാധാരണ ഉണ്ടാവാറില്ല. ഈ വരുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അത് തക്കതായ സമയത്ത്, ആ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വിജിലൻ്റ് ആയിരിക്കും. ആ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് പരിഹരിക്കാനും വിജയകരമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനും മിക്ക കേസുകളും സാധിക്കാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ BP കുറഞ്ഞ് നമ്മൾ ഹൈ റിസ്കിൽ എത്തുന്ന ഒരു രോഗിക്ക് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എത്രത്തോളം പ്രധാനമാണ്? ഈ BP കുറഞ്ഞു വരിക കാരണം മിക്ക പേഷ്യൻറ്റിലും ഒരു ഇടതുഭാഗത്തെ പ്രധാന രക്തക്കൊയിൽ 100% അടഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റിറിവാൾ MI എന്ന് പറയും, ആൻറ്റിറിവാൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അതിലാണ് പേഷ്യൻ്റ് പെട്ടെന്ന് ഷോക്കിലായിരിക്കും. BP ചിലപ്പോൾ കിട്ടില്ല, പേഷ്യൻ്റ് ചിലപ്പോൾ വരുന്ന വഴിയിൽ കാർഡിയക് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും, പേഷ്യൻ്റ് ചിലപ്പം ഇൻറ്റുബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിലായിരിക്കും കാത്ത് ലാബിൽ ഷിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ BP കുറയുക, കാർഡിയക് അറസ്റ്റ്, അങ്ങനെ ഷോക്കിൽ വരുന്ന പേഷ്യൻറ്റിന് വരെ നമുക്ക് ആ രക്തക്കൊയിൽ തുറന്നു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ചികിത്സയാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. അപ്പം ഇത്രയും ഹൈ റിസ്ക് കേസുകളിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് വെസൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് ഏറ്റവും പര്യാപ്തമായ ചികിത്സ എന്ന് പറയുന്നത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ്. അപ്പോൾ ചില കേസിൽ നമ്മൾ പേഷ്യൻ്റ് വളരെ ഷോക്കിലാണെന്ന് BP ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കേസിൽ BP സപ്പോർട്ടിന് വേണ്ടിയിട്ട് മരുന്നുകൾ കൂടാതെ IABP, ഒരു ബലൂൺ രക്തക്കൊഴലുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനം നിലനിർത്തുകയും ആൻജിയോപ്ലാസ്റ്റി പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുവാറുണ്ട്. അപ്പോൾ ഒരു അക്യൂട്ട് MI വന്ന് പേഷ്യൻ്റ് ഷോക്കിലോ അല്ലെങ്കിൽ പേഷ്യൻ്റ് അറസ്റ്റിലോ വന്ന് ഇൻറ്റുബേറ്റ് ചെയ്ത പേഷ്യൻറ്റിലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കാത്ത് ലാബ് എത്തിക്കുകയാണെങ്കിൽ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി വഴി ആ രക്തക്കൊഴൽ തുറന്നുകൊണ്ട് ജീവൻ രക്ഷിക്കുവാൻ സാധിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, ഞാൻ എറണാകുളത്ത് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാണ്. 8 മാസമായി ഇപ്പൊ കഴിഞ്ഞിട്ട്. കോട്ടയത്താണ് ചെയ്തത്. എറണാകുളത്ത് ആൻജിയോഗ്രാം ചെയ്തതിനു ശേഷമാണ് കോട്ടയത്തേക്ക് പോയത്. ഇവിടെ ആ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചെസ്റ്റ് ഇടത് വയസ്സ് ഒരു മരവിപ്പുണ്ട്. അതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 മാസം കൂടുമ്പോൾ പോയി കൺസൾട്ട് ചെയ്യാറുണ്ട് ഡോക്ടറെ. എന്നിരുന്നാലും മരുന്നുകൾ അവർ പറഞ്ഞനുസരിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ആ വശത്ത് പെയിൻ കണ്ടിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ സാധാരണയായി CABG കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റേണൽ വൂണ്ട് ഉണ്ടായിരിക്കും, അതായത് സ്റ്റേണൽ സ്യൂച്ചേഴ്സ്. നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഈ റിബ്സ് വാരിയലിൽ സർജറി ഓപ്പൺ ചെയ്തിട്ടാണല്ലോ നമ്മൾ CABG ചെയ്യുന്നത്. അപ്പം നമ്മൾ വൂണ്ട് ഹീൽ ചെയ്താലും പലപ്പോഴും ചില പേഷ്യൻസ് ഒരു 3 to 6 months അങ്ങനെയൊക്കെ വരുമ്പോൾ പേഷ്യൻറ്റിന് നെഞ്ചിൽ വലിച്ചിൽ അനുഭവപ്പെടാം. ചില ആളുകൾക്ക് തരിപ്പ്, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ CABG കഴിഞ്ഞ ചില പേഷ്യൻസിൽ കുറച്ച് അധിക കാലം പേഷ്യൻസ് പറയാറുണ്ട്. പക്ഷേ അത് അത്ര സീരിയസ് ആയിട്ടുള്ളതല്ല. അതേസമയം ബൈപ്പാസ് ചെയ്യുന്നതിന് മുമ്പേയുള്ള സിംറ്റംസ്, അതായത് നിങ്ങൾക്ക് നടക്കുമ്പം, സ്റ്റെപ്പ് കയറുമ്പം, എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നല്ല കഠിനമായ നെഞ്ചുവേദന, നെഞ്ചിന് ഭാരം കയറ്റി വെച്ച പോലെ വേദന വരിക, ഈ വേദന വരുന്ന സമയത്ത് കഴുത്തിന് ഒരു പിടുത്തം പോലെ, അതുപോലെ തന്നെ ഈ വേദന കയ്യിലേക്കും ബാക്കിലേക്കും അത് ആ പെയിൻ റേഡിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ
ഡോക്ടറെ തീർച്ചയായും കാണിക്കണം, അതിനുള്ള തക്കതായ ചികിത്സ എടുക്കണം. ഈ ചെറിയ തരിപ്പ് ഈ സ്റ്റേണൽ വൂണ്ടിൻ്റെ അവിടെയുള്ള വലിച്ചിൽ മിക്ക പേഷ്യൻസിനും കുറച്ച് കാലത്തേക്ക് പറയാറുണ്ട്. അത് അത്ര കാര്യമാക്കേണ്ടതില്ല. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാകുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം മദ്യപിക്കുകയും അതുപോലെ തന്നെ പുകവലി ഉപയോഗിക്കുന്നവർക്കും ഇത് എത്രത്തോളം ബാധിക്കും? ഇപ്പം ആൻജിയോപ്ലാസ്റ്റി എന്നത് നമ്മൾ ആ അറ്റാക്ക് വന്നു, ആ രക്തക്കോയിൽ തുറന്നു കൊടുത്തു, രക്തോട്ടം ശരിയാക്കുക എന്നതാണ്. അതേസമയം ഈ അറ്റാക്ക് വരാനുള്ള കാരണങ്ങൾ, അതായത് അമിതമായ മദ്യപാനം, പുകവലി, ഡയബറ്റീസ് തീരെ കൺട്രോൾ ആവാതിരിക്കുക, കൊളസ്ട്രോൾ അധികമാവുക, ഹൈപ്പർ ടെൻഷൻ എന്നീ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പേഷ്യൻസ് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നതുകൊണ്ട് പൂർണ്ണമായും അറ്റാക്ക് വരാനുള്ള റിസ്കുകൾ ഇല്ല എന്നല്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ശരിയാണ്, നമ്മൾ ആ ബ്ലോക്ക് തുറന്നു കൊടുത്തു. പക്ഷേ ഈ രോഗിയിൽ ആ അറ്റാക്ക് വരാനുണ്ടായ കാരണങ്ങൾ നമ്മൾ ശരിക്കും ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ വീണ്ടും ഈ പേഷ്യൻറ്റിന് ഇതുപോലെയുള്ള ഒരു രക്തക്കോയിൽ ബ്ലോക്ക് വന്നു, അതേസമയം മറ്റു രക്തക്കോയിലും ബ്ലോക്ക് വരാം. അപ്പം അത്തരം കാരണങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വെറും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, അതിൻ്റെ മരുന്ന് കഴിക്കുക എന്നതിലുപരി കൃത്യമായ ഭക്ഷണക്രമങ്ങൾ, അതുപോലെ തന്നെ റെഗുലറായിട്ടുള്ള വ്യായാമം, ആഴ്ചയിൽ 5 ദിവസം, ഒരു 30 മുതൽ 45 മിനിറ്റ് ദിവസം, അങ്ങനെ ആഴ്ചയിൽ 5 ദിവസമുള്ള വ്യായാമം, ഷുഗർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക, അത് ഗുളികളാണെങ്കിൽ അങ്ങനെ, ഇൻസുലിൻ ആണെങ്കിൽ അത്, അതുപോലെ തന്നെ കൃത്യമായി നമ്മൾ കൊളസ്ട്രോൾ ലെവൽ മോണിറ്റർ ചെയ്യുക. ചീത്ത കൊളസ്ട്രോൾ ലെവൽ ഏറ്റവും കുറവായിരിക്കണം, അതായത് 55 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൻ്റെ താഴെ ആയിരിക്കണം ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ്. അതുപോലെ തന്നെ അമിതമായ മദ്യപാനം ഹാർട്ടിന് എങ്ങനെയായാലും ഹാനികരമാണ്. പുകവലി പൂർണ്ണമായും ഒഴിവാക്കണം. പ്ലസ് കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞ രക്തം അലിയിക്കാനുള്ള ഗുളികൾ, മറ്റ് പമ്പിങ് കുറവുണ്ടെങ്കിൽ അതിനനുബന്ധിച്ചുള്ള ഗുളികളെല്ലാം സ്ഥിരമായി കഴിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും ഒരു അറ്റാക്ക് വരുന്നത് നമുക്ക് തടയാൻ കഴിയും. അതുപോലെ തന്നെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കഴിഞ്ഞ രക്തക്കോയിലിൽ വീണ്ടും ബ്ലോക്ക് വരുന്നത് നമുക്ക് തടയാൻ കഴിയും. അപ്പം പരമപ്രധാനം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിലുപരി ചെയ്തു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ശ്രദ്ധിക്കേണ്ടത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും ജോർജ് ആണ്. ജോർജ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ, എൻ്റെ പേര് ജോർജ്. ഞാൻ തിരുവല്ലയിലാണ് വിളിക്കുന്നത്. ഞാൻ 2014 എനിക്ക് ഇതേപോലെ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കൈപ്പൊടിയാണ് ചെയ്തത്. ഹലോ, ചോദിച്ചോളൂ. കൈപ്പൊടിയാണ് ചെയ്തത്. അപ്പൊ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2 എണ്ണം ചെയ്തിട്ടുണ്ട്, 1 എണ്ണം ചെയ്തില്ല. അതിനിപ്പോ ഗുളിക മരുന്ന് തന്ന അങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നീ 2014 ചെയ്തപ്പോ 26 26 അപ്പൊ ഈ ഗുളിയൊന്നും നിർത്തിയിട്ടില്ല. നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ആൻജിയോഗ്രാം എടുത്ത് നോക്കും. അപ്പോൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക്ക് ആ അറ്റാക്കിന് കാരണമായ രക്തക്കോയിൽ, അതായത് 100% ഏത് രക്തക്കോയിലാണോ അടഞ്ഞത് അത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അത് മാറ്റും. ചില സമയത്ത് മറ്റ് രക്തക്കോയിലുകളിലും ബ്ലോക്ക് ഉണ്ടാവാം. ഈ എമർജൻസി ഘട്ടത്തിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഏത് രക്തക്കോയിൽ അടഞ്ഞിട്ടാണോ ആ അറ്റാക്ക്, മേജർ അറ്റാക്ക് വന്നത്, അതാണ് ആ പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ മാറ്റുന്നത്. മറ്റു രക്തക്കോയിൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടായിരിക്കാം, അത് ഒരുപക്ഷെ ടൈറ്റ് ബ്ലോക്ക് ആയിരിക്കണമെന്നില്ല, ഒരു 60-50% ബ്ലോക്ക് ആയിരിക്കും. അത്തരം ബ്ലോക്കുകൾക്ക് നമ്മൾ മരുന്ന് ചികിത്സയാണ് നമ്മൾ തുടരേണ്ടത്. ഇനി മറ്റ് രക്തക്കോയിലിൽ ടൈറ്റ് ബ്ലോക്ക് ഉണ്ട് പക്ഷെ 100% അല്ല, അങ്ങനത്തെ ബ്ലോക്കുകൾ നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത രോഗി ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റ് ബ്ലോക്കുകളും ചെയ്യും. ഇനി വളരെ പേഷ്യൻ്റ് സ്റ്റേബിളാണ്, അങ്ങനത്തെ കേസിൽ നമ്മൾക്ക് ആ മറ്റ് 100% അടഞ്ഞ ബ്ലോക്ക് മാറ്റിയതിന് ശേഷം മറ്റ് രക്തക്കോയിൽ ടൈറ്റ് ബ്ലോക്ക് ഉണ്ട്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്കുകളാണെങ്കിൽ അതും നമുക്ക് ചെയ്യാം. അത് ആ സമയത്ത് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് ചെയ്യും. ചില കേസിൽ നമ്മൾ 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ബ്ലോക്കുകൾ നീക്കം ചെയ്യും. എങ്ങനെയായാലും നമ്മൾ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗുളികളെല്ലാം നമ്മൾ ലൈഫ് ലോങ്, അതായത് ജീവിതകാലം മുഴുവൻ കഴിക്കണം.
ഈ ഡോസ് നമ്മൾ 1 ഇയർ കഴിഞ്ഞാൽ അത് ഡോസ് കുറച്ചുകൊണ്ട് മിനിമം ഗുളിക കഴിക്കുന്ന രീതിയിലാണ് തുടരേണ്ടത്. അതിന് നമുക്ക് ഇത്ര ഡ്യൂറേഷൻ ഇല്ല. അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ മെയിനായിട്ടും രക്തം അലിയിക്കാനുള്ള ഗുളികൾ, കൊളസ്ട്രോളിൻ്റെ ഗുളികൾ, അങ്ങനത്തെ ഗുളികളൊക്കെ ജീവിതകാലം മുഴുവൻ കഴിക്കണം. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാകുന്നു. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പമുണ്ടായിരുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സജീർ ആയിരുന്നു. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.